പ്രിയമുള്ളവരെ, ഇന്ന് റിയലിറ്റി വ്ളോഗ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുരുന്നുമക്കളുടെ കുസൃതി കാണുന്നുണ്ടാകും നിങ്ങൾ. അതോടുകൂടി തന്നെ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്ന വിഷയം എന്തായിരിക്കും എന്ന ഏകദേശ ഒരു ധാരണ വന്നിട്ടുണ്ടാവും. എന്നാലും വിഷയത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ MSMHSS കല്ലിങ്ങൽ പറമ്പ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തമ്പടിച്ചു കൂടിയിരിക്കുന്ന കുരുന്നുമക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്ന വിവിധ മേഖലയിലുള്ള കുട്ടികളെയും കാണാൻ സാധിക്കും. ഇവിടെ കുരുന്നുമക്കളൊക്കെ പോലീസൊക്കെ ആയിട്ട് അവരുടേതായിട്ടുള്ള പ്രത്യേക യൂണിഫോമൊക്കെ അണിഞ്ഞതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ആനന്ദമൊക്കെ അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. പുൽക്കളി കുട്ടികളാണ്. അവരുടേതായിട്ടുള്ള പുൽക്കളിക്ക് അനുയോജ്യമായ രീതിയിലുള്ളൊരു വേഷങ്ങളൊക്കെ അണിഞ്ഞ്, അതുപോലെ കുരുന്നുമക്കൾ സാരിയൊക്കെ അണിഞ്ഞ്, ഇങ്ങനെയൊക്കെയുള്ള രസകരമായ കാഴ്ചകളാണ് ഇനി ഇവിടുന്ന് തുടർന്ന് കാണാനുള്ളത്. എന്തായാലും ഇങ്ങനെ ഈ ഒരു പദ്ധതി, ഈ ഒരു പരിപാടിയുടെ ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഘോഷയാത്ര കടന്നു വരികയാണ്. ഈ വാഹനത്തിന്റെ തൊട്ടുകിടക്കി AMLP സ്കൂൾ ക്ലാരിപുത്തൂർ കുറുകത്തണിയിലാണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിന് 100 വർഷം, അതായത് 100 വർഷം എന്ന് പറയുമ്പോൾ നിസ്സാരമായ കാര്യമില്ല. ഒരുപാട് ആളുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം നുകരാൻ, വിദ്യാഭ്യാസത്തിൻ്റെ ബാലപാഠങ്ങൾക്ക് തുടക്കം കുറിക്കാനൊക്കെ കാരണമായി മാറിയ ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ അത് 100 വർഷം പൂർത്തിയാക്കണം. ഇവിടെ ഈ കുരുന്നുമക്കളുടെ ആ നടത്തം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്തൊരു രസകരമായ രീതിയിലാണ് അവർ എന്തുമാത്രം അതിനെ ആസ്വദിക്കുന്നു എന്ന അവരുടെ ആ ശൈലിയിലും അവരുടെ ആവേശത്തിലൊക്കെ പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും. ഇതൊക്കെ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 വർഷമായിട്ട് അറിവ് പകർന്നു നൽകുന്ന, ആയിരക്കണക്കിന് ആളുകൾക്ക് അറിവ് പകരാനൊരവസരമായ കാരണമായ ഒരു വിദ്യാലയം 100 വർഷത്തോളം പിന്നിടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിളംബര ജാഥയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തായി തന്നെ കല്ലിങ്ങൽ പറമ്പ ഹൈസ്കൂളിൽ നിന്നും ആണ് ആ യാത്ര പുറപ്പെടുന്നത്. അതിൻ്റെ കവാടം കടന്ന് യാത്ര ആരംഭിക്കുന്ന തുടക്ക ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഏകദേശം അവസാനം വരെ ഭാഗങ്ങൾ കുറേശ്ശെ ഭാഗങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഭാഗങ്ങളുടെ ഒരു മുഴുവനും ഈ റാലിയുടെ മുഴുവൻ കാഴ്ചകളും പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർ കടന്നു പോകുന്ന യഥാർത്ഥത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്, ആ വിദ്യാലയത്തെ ഏകദേശം നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തായാലും അറിവിൻ്റെ കാര്യമായതുകൊണ്ട്, വിദ്യാഭ്യാസ മേഖല ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എൻ്റെ നാട്ടിലെ എൻ്റെ ശ്രദ്ധയിൽ വന്നതാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് അനിലാണ് എന്നെ ഇങ്ങനൊരു വിഷയം ഓർമ്മപ്പെടുത്തിയത്. എന്തായാലും അത് കണ്ടപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ഇതുപോലെയുള്ള നിഷ്കളങ്കരായിരിക്കുന്ന കുരുന്നു മക്കളുടെ സന്തോഷവും ആവേശമൊക്കെ കാണുമ്പോൾ അതൊക്കെ നമ്മൾ കൺമുമ്പിൽ വന്നിട്ട് അതൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തില്ല എങ്കിൽ നമ്മളൊരു യൂട്യൂബറായിട്ട് മുന്നോട്ട് പോകുന്ന വലിയ പ്രസക്തിയില്ല. അപ്പോൾ ഈ കുരുന്നു മക്കളാണ് നമുക്കൊരു ആവേശം. അവരെ കണ്ട് പഠിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ. ബുദ്ധിയും തൻ്റെ ഇടം അറിവൊക്കെ ധാരാളമായിട്ട് കൂടുന്ന സമയത്ത് നമ്മളിൽ കടന്നുകൂടുന്ന കാര്യങ്ങളാണ് ഈ സ്വാർത്ഥത, അനാവശ്യമായ വാശി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ മക്കളിലേക്ക് നോക്കുമ്പോൾ നമുക്കതൊന്നും കാണാൻ സാധിക്കില്ല. അവരങ്ങനെ തുള്ളിച്ചാടി നടക്കാൻ, ചിത്രശലഭങ്ങളെ പോലെ പാറിപ്പറന്ന് നിറപുഞ്ചിരിയുമായിട്ട് അവരങ്ങനെ സഞ്ചരിക്കും എന്നുള്ളതാണ്. എന്തായാലും അത്രയും നിഷ്കളങ്കമായ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. ഇതത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ധാരാളം പ്രേക്ഷകരുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം മുമ്പിലേക്ക് ഇങ്ങനൊരു വീഡിയോ ചെല്ലുമ്പോൾ അത് അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചയും ആയിരിക്കും എന്നൊരു തിരിച്ചറിവൊക്കെയാണ് പ്രിയ പ്രേക്ഷകരിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ എത്തിക്കാൻ എനിക്ക് പ്രചോദനമായി മാറിയത്. എന്തായാലും ഇനി തുടർന്ന് ഈ ഒരു കുറച്ച് ഉയരത്തിൽ നിന്നിട്ടുള്ള ഈ ഒരു ഘോഷയാത്രയുടെ മുഴുവൻ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ എത്തിച്ചേരേണ്ട സ്കൂളുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഈ ഒരു ഘോഷയാത്രയുടെ പൂർണ്ണതയ്ക്ക് ശേഷം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പോൾ ഇനി കുറച്ച് സമയം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച പ്രേക്ഷകർക്ക് ലൈവായിട്ട് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്.
അതുപോലെ തന്നെ ഇതുപോലൊക്കെയുള്ള സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം. ഇനി തുടർന്നും നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഘോഷയാത്രയുടെ ഏകദേശം ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൂടുതൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ലൈവായിട്ട് നോക്കി കാണുമ്പോൾ കാണുന്ന രീതിയിലുള്ളൊരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇനി കുറുകത്താണി അവരുടെ സ്കൂളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ സ്കൂളുമായിട്ട് ഇതാണ് AMLP സ്കൂള്. 100 വർഷം പിന്നിടുന്ന ഈ സ്കൂളിൻ്റെ ഒരു സൗകര്യം, അതിൻ്റെ കെട്ടിട സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുള്ള പരിപാടികളൊക്കെ 100 വർഷം പിന്നിടുന്നു. അതുമാത്രമല്ല 3-4 ദിവസമായിട്ടുള്ള പ്രോഗ്രാമുകളാണ്.
വലിയ രീതിയിൽ തന്നെ ആ 100-ാം വാർഷികം ആ സ്കൂളും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളും ആഘോഷിക്കുന്നു എന്ന് ഇവിടെ ഒരുക്കിയ കാഴ്ചകളിലൂടെ പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും. വലിയൊരു സ്റ്റേജ്, അതിനോടനുബന്ധപ്പെട്ട് ധാരാളം ആളുകൾക്ക് വിശ്രമിക്കാൻ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചേർന്നൊരുക്കിയിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ ഉള്ളിലെ കൊച്ചു കൊച്ചു പാർക്കുകളാണ് കുരുന്നു മക്കൾക്ക് അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. ഇതിങ്ങനെയുള്ള കളിചിരിയിലൂടെയൊക്കെ തന്നെയാണ് അവർ അറിവ് പഠിക്കുന്നതും തിരിച്ചറിവ് നേടുന്നതൊക്കെ. അതിനുതകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഈ കാഴ്ചയിലൂടെ പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകും. പ്രിയമുള്ളവരെ, ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.